ക്ലോസ്. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ആസിഫ് ആലുങ്ങൽ, വേദിയിലിരിക്കുന്ന പൗര പ്രമുഖർ, STUവിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചില കാര്യങ്ങൾ നിമിത്തമായി വരാറുണ്ട്. ആ നിമിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സാജുക്കയാണ്. അദ്ദേഹത്തിന് എന്നെ വ്യക്തിപരമായിട്ട് അറിയില്ല. ഞാൻ കുറച്ചു കാലങ്ങളായി നമ്മുടെ കേരളത്തിലേക്ക് VIPകൾ വരുമ്പോ ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ മർക്കസിൽ വെച്ച് രാജ്യസഭ MP ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട പാണക്കാട്ട് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം വാങ്ങി കാന്തപുരം ഉസ്താദിനെ കാണാൻ വേണ്ടി മർക്കസ് പള്ളിയിൽ വന്നത് ഓർമ്മയുണ്ടാവും. അവിടെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു, അഡ്വക്കേറ്റ് ആരിസ് ബീരാൻ സാറിന്റെ കൂടെ. അപ്പൊ അന്ന് ഞാൻ ജുമാ നിസ്കരിക്കാൻ മർക്കസിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഈ പ്രിയപ്പെട്ട ആളെ കണ്ടിരുന്നു. അത് മാത്രമല്ല, ശശി തരൂർ MP ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അടുത്ത കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരു കല്യാണ സമയത്ത് ഏതൊക്കെ വലിയ VIPകൾ വരുമ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ആളെ കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് 2 ദിവസം മുന്നേ പോലും എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് എനിക്കൊരു അവസരം നൽകും എന്നുള്ളത്. പക്ഷെ കൊട്ടപ്പുറം എന്നുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തും. 2, ഷെരീഫ് ഖാൻ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗം കണ്ട് ചിരിച്ച് രോമൊക്കെ എഴുന്നേറ്റ് നിന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാരെയും ഭയങ്കരമായിട്ട് അടിച്ചു പറഞ്ഞ് പ്രസംഗത്തിന്റെ, രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ആ ഒരു ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവനെയും എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. 3-മത്തത്, പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ആണല്ല എന്നുള്ള കാര്യം കൊണ്ട് നട്ടലുള്ള ഒരു പുരുഷൻ, തറവാടിയായ ഒരു മനുഷ്യൻ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റതിൽ പറയരുത് എന്ന് വിചാരിച്ചത്. ആദ്യമായി ഇവിടെ വരാൻ കുറച്ച് സമയമെടുത്തു. നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ സ്വാഗതത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളെ മോശമാക്കാൻ ചില ആളുകൾ ശ്രമിച്ചു എന്ന് പ്രസംഗത്തിൽ അറിഞ്ഞപ്പോ അങ്ങനെ ഒരു ശ്രമം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതും കൂടി സാഹചര്യത്തിൽ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വരുന്നത് കീഴ്ശേരിയിൽ നിന്നാണ്. കീഴ്ശേരിയിലെ പരിപാടി ഇന്നത്തെ ചാട്ടിൽ പറഞ്ഞതല്ല. കീഴ്ശേരിയിൽ പോവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 22 ദിവസമായി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തെ മർക്കസിനടുത്തുള്ള ചേരിഞ്ചാൽ ഗ്രാമത്തിൽ നിന്ന് രാവിലെ 10 മണിക്കോ 9 മണിക്കോ മുണ്ടക്കുളം അങ്ങാടിയിൽ വന്ന് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുതുപ്പറമ്പിലെ പാമ്പോടൻ സൈനുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാസിയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ 14 വയസ്സുള്ള ഷാമിൽ മോനെ അപൂർവ രോഗം ബാധിച്ച് എല്ലുകൾ പൊടിയുന്ന ഒരു അസുഖമാണ്. കഴിഞ്ഞ 1 വർഷമായി ആ പ്രിയപ്പെട്ട പൊന്നുമോന് ചികിത്സയില്ല. അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ കുന്നമംഗലത്തുള്ള ഷമീറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ആളുകളെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് പോകുമ്പോ ഷാമിൽ മോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ജീവൻ എന്റെ കയ്യിലാണോ? എന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രിയപ്പെട്ട കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ട കാരുണ്യ പ്രവർത്തകന്മാർ, ഓട്ടോ സഹോദരങ്ങൾ ബക്കറ്റെടുത്ത് പാട്ടുപാടി ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി 10ഉം 100ഉം 50ഉം 500ഉം കളക്ട് ചെയ്യാൻ SUവിന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് ചുമതലപ്പെടുത്തിയത്? ജനപ്രതിനിധികളില്ലേ? രാഷ്ട്രീയ സംവിധാനങ്ങളില്ലേ? പണക്കാരില്ലേ? കോടികൾ അട്ടിവെച്ച് വലിയ വിംബിത്തരം പറയുന്ന ആളുകളില്ലേ നമ്മുടെ മുമ്പിൽ? അന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ പാവപ്പെട്ടവർ ആർക്ക് വേണ്ടി? ആരുടെ മോനെ രക്ഷപ്പെടുത്താൻ?
ഷാമിൽ മോന്റെ ബാപ്പ പാമ്പോടൻ സൈനുദ്ദീൻ ഓട്ടോ ഡ്രൈവർ അല്ല. SUവിൽ മെമ്പർഷിപ്പ് ഇല്ല. പാവപ്പെട്ട പ്രവാസി. ആ പാവപ്പെട്ടതിന് വേണ്ടി 10 ദിവസം ഈ പാവങ്ങൾ വെയിൽ കൊണ്ട് ആരോഗ്യം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ കഴിഞ്ഞ 22 ദിവസമായി ഷാമിൽ മോന് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഇനി മുട്ടാത്ത വാതിലുകളില്ല, പിടിക്കാത്ത കാലുകളില്ല. ആർക്ക് വേണ്ടി? എന്റെ കുടുംബം, എന്റെ ജോലി. എന്റെ ജോലിയാണോ പാവപ്പെട്ട രോഗികളെ സഹായിക്കൽ? പാവപ്പെട്ട ആളുകൾക്ക് പ്രയാസം വരുമ്പോ കയ്യിലില്ലാത്ത സമയത്ത് ആളുകളോട് പറയും, ഞാൻ ഇന്ന ആളാണ്, ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്, ഞാൻ ഇപ്പോൾ ഉള്ളത് എന്റെ നാട്ടിലാണ്, ആ പ്രിയപ്പെട്ട മോനെ നിങ്ങൾ സഹായിക്കണം. ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റലിൽ നിന്നാണ്, ഞാൻ കിംസിൽ നിന്നാണ്, ഞാൻ മിംസിൽ നിന്നാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഷാമിൽ മോന് വേണ്ടി വന്നതാ. ഇന്ന് ഏറ്റവും സങ്കടം പ്രിയപ്പെട്ട ഷെരീഫ് എന്റെ ജീവിതത്തിൽ, മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ വന്നപ്പോ പ്രിയപ്പെട്ട കീശേരിയിലെ ജനകീയ കാളപൂട്ട് കമ്മിറ്റി, ആ പ്രിയപ്പെട്ട ആളുകൾ കഴിഞ്ഞ 10 ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾ ഓഫീസിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഷാമിൽ മോനെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കൊരു പരിപാടി നടത്തണം, കാളപൂട്ട് നടത്താൻ പറ്റൂല, ഹൈക്കോടതി സ്റ്റേ ഉണ്ട്. അവര് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് ഞങ്ങളെടുത്ത് വന്നപ്പോ അവർ പറഞ്ഞ അഭിപ്രായം, ഞങ്ങൾ ജനകീയ ബിരിയാണി ചലഞ്ച് നടത്തുന്നു, 10 ലക്ഷം രൂപ സമാഹരിക്കാൻ 10,000 ബിരിയാണി പൊതികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു. വലിയ ആവേശത്തോടു കൂടി 9,000 ബിരിയാണികൾ 3 ദിവസങ്ങൾ കൊണ്ട് ഓർഡർ ചെയ്തു. മറ്റന്നാൾ അവരുടെ ബിരിയാണി പൊതി ചലഞ്ച് നടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടത്തോടു കൂടി ഇന്ന് ആ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങൾ വിളിച്ചു, 1-2 ആളുകൾ വിളിച്ചു. ഞാൻ അവിടെ പോയി. രാവിലെ ഈ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചില്ല, അത്ര കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾക്കും ഈ നാട്ടിൽ നിന്ന് അനുഭവം ഉണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം അനുഭവത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പോയി വീഡിയോ ചെയ്തപ്പോൾ ആദ്യം ചോദിച്ചത്, ആ കീശേരി ബിരിയാണി ചടങ്ങ് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് വളരെ വിശ്വാസമുള്ള ഒരാള് പറഞ്ഞോലെ 3 കോടി രൂപ ഷാമിൽ മോനെ എപ്പോഴോ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട്, ഇനി നിങ്ങള് ഈ പരിപാടിയുമായി നടക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. 3 കോടി രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈകൾ നീട്ടി ഓടിയെത്താൻ വേണ്ടി SUവിന്റെ പരിപാടിയിലേക്ക് ശ്രമിക്കുമ്പോ ജനകീയ ബിരിയാണി ചലഞ്ച് പരാജയപ്പെടുത്താൻ, ഈ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ 3 കോടി രൂപ ഷാമിൽ മോഹന് വേണ്ടി ഓൾറെഡി ആയിട്ടുണ്ട്, ഇനി അവിടെ പിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരു ചർച്ച ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു മറു വീഡിയോ ചെയ്യണം. അങ്ങനെയാണ് നേരെ കീശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ജനകീയ കാളപൂട്ട് കമ്മിറ്റി ഓഫീസിൽ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ആൾ എന്നോട് ചോദിച്ചു, അതിന് പ്രധാനപ്പെട്ട ആൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കൊക്കെ നാട്ടിലിറങ്ങി നടക്കണം, ഒരാൾ 1-2 പേര് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് നിങ്ങൾ ഞങ്ങളോട് വീഡിയോയിലൂടെ പറയണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടത്തോടു കൂടി അവിടെ പറയേണ്ടി വന്നു. നമുക്ക് വേണ്ടത് 3 കോടി രൂപയാണ്. ആ 3 കോടി സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നമ്മളൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. അതിന്റെ സമാഹരണം ആപ്ലിക്കേഷനിലൂടെ കൊണ്ടുവന്ന് ജനങ്ങളെ മുന്നിലേക്ക് കാണിച്ച് പൈസ അയക്കുന്നവന്റെ പേരും ആരൊക്കെ പൈസ അയച്ചു, ടോട്ടൽ എത്ര സമാഹരിച്ചു എന്നും വളരെ കൃത്യതയോടുകൂടി നമ്മൾ ജനങ്ങളോട് പങ്കുവെക്കുക. ഇപ്പോ നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് 2,04,69,752 രൂപ. ഇന്നത്തെ പൈസയോട് ഏഡ് ചെയ്താൽ മാക്സിമം പോയാൽ 2,10,00,000 രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആപ്പിലൂടെ അവസാനമായി വന്ന പൈസ ഇന്ന് 12:22 PM സക്കാം 200 രൂപയാണ്. 3 കോടി രൂപ നിലവിൽ സമാഹരിച്ചു എന്ന് പറയുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് 2,10,00,000 മുകളിൽ 1 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ. ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ അവരുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, ഇല്ലായ്മ ചെയ്യാം. ഈ പരിപാടി മോശമാക്കണം.
ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ ആളുകൾ തൂങ്ങുകയാണ്. 1 രൂപ കൊടുക്കാത്തവൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്ന STUക്കാരെ പോലും ചിലപ്പോ ഇവിടുത്തെ ചില ആളുകളെങ്കിലും കളിയാക്കുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും, മോശമാക്കുന്ന ആളുകളുണ്ടാവും. ആ രൂപത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ ചില നിഗൂഢ ഇടപെടൽ നടത്തിക്കൊണ്ട് മോശമാക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടത്തിന് കൂടെ നേരെ ഷരീഫ് ക പറഞ്ഞ് കരിങ്കാലി പണിയെടുക്കുന്ന ആളുകൾ, അസൂയ മൂത്തിട്ടുള്ള ആളുകൾ, തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോ അവനെങ്ങാനും വലുതായി പോവോ, അവന്റെ സംഘടനയെങ്ങാനും വലുതായി പോവോ എന്നുള്ള പേടിയോടെ നിൽക്കുന്ന ആളുകൾ, ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത ആളുകൾ. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട തൊഴിലാളികൾ, ഈ ഓട്ടോ സഹോദരങ്ങൾ പാട്ടുപാടിയത്? ആർക്ക് വേണ്ടിയാ ബക്കറ്റ് എടുത്തത്? ആർക്ക് വേണ്ടിയാ വെയിൽ കൊണ്ടത്? അവർക്ക് ഒരു ആവശ്യമില്ല. കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ട A1 ചിക്കൻ സ്റ്റാൾ നടത്തുന്ന പ്രിയപ്പെട്ട ഗഫാർ ഖാൻ എവിടെ? ഗഫാർ ഖാന്റെ മണ്ണാണിത്. എവിടെ പോയി ഗഫാർ ഖാന്റെ മണ്ണ്? നമ്മൾ വീഡിയോ ചെയ്ത് 3 കോടി എന്ന് പറയുന്ന വലിയ ഹിമാലയൻ ടാസ്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് പല ചാരിറ്റിക്കാരെയും ബന്ധപ്പെട്ടു. കമ്മിറ്റിയുടെ കൺവീനർ കൂടെ ഉണ്ട്, അവരെ ഏറ്റെടുത്തില്ല. സാജുക മനസ്സിലാക്കണം, ഷരീഫ് ഖാൻ മനസ്സിലാക്കണം. SMA രോഗിയെ ആ ചാരിറ്റിക്കാർ ആരും ഏറ്റെടുത്തില്ല. പല റെക്കമെൻഡേഷനിൽ പോയിട്ടും ആ ചാരിറ്റിക്കാർ ഏറ്റെടുത്തില്ല. കാരണം ജയിക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിലെ ആളുകൾ നിൽക്കുള്ളൂ. ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള യുദ്ധം, നാളെ ഓപ്പറേഷൻ, നാളെ സർജറി, മറ്റന്നാൾ അടിയന്തര ക്രിട്ടിക്കൽ, മറ്റന്നാൾ സർജറി ചെയ്യണം, അങ്ങനെ വരുന്ന വീഡിയോകൾ മാത്രം പ്രത്യക്ഷപ്പെടുമ്പോ ജനങ്ങളുടെ മനസ്സിളകും. നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ മോന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടോ സാജുക? ഒന്നുമില്ല. സർജറി ഇല്ല, കണ്ണീരില്ല, സങ്കടമില്ല, ICU ഇല്ല, ഒരു സംവിധാനവും ഇല്ല. ടാസ്ക് ആണെങ്കിൽ 3 കോടി രൂപ. ആ പ്രിയപ്പെട്ടവരെ ഞാൻ സങ്കടത്തോടു കൂടി പറയുന്നു, ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് കഴിഞ്ഞ 1 വർഷമായി പണമില്ലാത്തതിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കാത്തത് പണമില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. ഏറ്റെടുത്തു. കഴിഞ്ഞ റമദാനിലാണ് പ്രിയപ്പെട്ട ആളുകൾ എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്നത് എന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല. കാര്യം കഴിഞ്ഞാൽ പാലം കടക്കുവോളും നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന സ്വഭാവം ഞാൻ അനുഭവിച്ചതാ. കറിവേപ്പില പോലെ നമ്മളെ ഒഴിവാക്കും. ഈ പ്രിയപ്പെട്ട കമ്മിറ്റി എന്റെ വീട്ടിൽ വന്ന് ആ പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞപ്പോ പാവപ്പെട്ട മാഷടക്കം ജനങ്ങൾ ഇതിന്റെ പിന്നിൽ നിൽക്കുമ്പോ നാളെ ഞാൻ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ മുമ്പിൽ ഞാൻ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റെടുക്കാം, കൂടെ നിൽക്കാം. പക്ഷേ എനിക്കൊരാളും ഇല്ല കേട്ടോ, ഒരു വാട്സപ്പ് കൂട്ടായ്മയില്ല, എന്റെ കൂടെ വീഡിയോ എടുക്കാൻ പോലും ഒരു സെക്കൻഡറി വീഡിയോ പകർത്താൻ ആളില്ല. ഈ പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ നൌഫൽ മാഷാണ് ഇപ്പൊ എന്റെ വീഡിയോ പകർത്തുന്നത്. പ്രിയപ്പെട്ട വാട്സപ്പ് സംവിധാനമില്ല എനിക്ക് ലോകം അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകനല്ല, ഫോളോവേഴ്സ് ഇല്ല, എനിക്ക് എന്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇടപെടുകയാണെങ്കിൽ എന്റെ കൂടെ ആര് വേണം ഷരീഫ് ഖാൻ? ആര് വേണം? ജനങ്ങൾ വേണം. ആർക്ക് വേണ്ടി? ഷാമിൽ മോന് വേണ്ടി ജനങ്ങളുണ്ടോ? ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ എല്ലാ സംവിധാനങ്ങളും മാറ്റിവെച്ച് നിങ്ങളെ കൂടെ നിൽക്കാം. 22 ദിവസം ഈ മണ്ണിലാണ്, 22 ദിവസം ഷാമിൽ മോനായിട്ട് നിൽക്കാൻ ഞാൻ മാത്രമല്ല, പ്രിയപ്പെട്ട ജനകീയ കമ്മിറ്റി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഞങ്ങളെ മുമ്പിലേക്ക് ഒരു കോള് വരിക, ഞങ്ങൾക്കൊന്ന് നിങ്ങളെ കാണണം, ഞങ്ങൾ കൊട്ടപ്പുറത്തുള്ള ആളുകളാ, ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട ആളെ മുന്നിൽ വീട്ടിലേക്ക് ഞങ്ങൾ എത്തി നോക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരാളെ ഞങ്ങളെ സ്വീകരിച്ചത്. മൂപ്പരെ കൂടെ ഞങ്ങളെ കൊണ്ടുപോയ ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഈ പാവം ഇങ്ങോട്ടൂരി. ഈ മനുഷ്യൻ ഞാൻ വിചാരിച്ച് വരുന്നെങ്കിൽ തമാശ കളിക്കായിരിക്കും, ഒരു 5-10 റുപ്യ തരും എന്നാ നമ്മൾ വിചാരിച്ച. ഒരു 3 ഓട്ടോറിക്ഷക്കാരുണ്ട്, നേരെ കൊണ്ടുപോയത് ഈ മനുഷ്യന്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. അവരവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരാഗ്രഹം പറഞ്ഞു, പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാ. STUവിന്റെ കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ടവർ തയ്യാറാ. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടതല്ല, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട്
ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കൊട്ടപ്പുറത്തെ SUവിന്റെ പ്രിയപ്പെട്ട ആളുകൾ തയ്യാറാണ്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ജ്യൂസ് നൽകി ഈ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ യാത്രയക്കുമ്പോ ഞങ്ങൾക്ക് ലഭിച്ച ഊർജമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒറ്റക്കല്ല, എല്ലാവരും ഞങ്ങളെ കൂടെയുണ്ട്. എവിടെന്നോ നിന്നുള്ള പ്രിയപ്പെട്ട മോന് വേണ്ടി കൊട്ടപ്പുറത്തെ SUവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചപ്പോ ജനങ്ങളുടെ പൾസ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ പരാജയപ്പെടില്ല. എവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? മുതുപ്പറമ്പിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് 2 കോടി ഉണ്ടാക്കാൻ പറ്റുമോ? 3 കോടി ഉണ്ടാക്കാൻ പറ്റുമോ? ആളുകൾ ഒരുമിക്കണം, പരസ്പരം കരങ്ങൾ ഒരുമിക്കണം. അങ്ങനെ ഒരുമിച്ചാലേ പ്രിയപ്പെട്ട പൊന്നുമോനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. വേണമെങ്കിൽ ആളെ കാണിക്കാൻ, അല്ലെങ്കിൽ പ്രഹസനത്തിന് ഒരു വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കുറച്ചൊക്കെ കൊണ്ട് ഇറങ്ങി ഒരു 10-20 ആയിട്ട് ജനങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇറങ്ങി, എന്ത് കിട്ടിയില്ല, പൈസ കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളത് കൂടെ നേരത്തെ സാജുക്ക പറഞ്ഞതുപോലെ ആ മോന്റെ വീഡിയോ ഞാൻ എടുക്കാൻ പോയപ്പോ മോൻ എന്താ പറഞ്ഞെന്നറിയോ മിക്കേ? എന്റെ ഉമ്മ ഫുൾ ടൈം എന്റെ കൂടെ വേണം. എന്റെ ഉമ്മ അവനെ ചേർത്ത് ബെൽറ്റിൽ മുറുക്കി ഉമ്മയുടെ കൂടെ കെട്ടി ബൈക്കിൽ സ്കൂളിൽ കൊണ്ടാക്കി ഉമ്മ അവനെ എടുത്ത് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. മോനെ, നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞത്, എന്റെ ഉമ്മ മരണപ്പെടുകയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യചിഹ്നമാ, മലപ്പുറത്തിന്റെ മണ്ണിനോടുള്ള ചോദ്യചിഹ്നമാ. നമ്മൾ പലപ്പോഴും പറയും മാനവികത ഉയർത്തിപ്പിടിച്ചവരാ, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചവരാ. ഒരു പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം നൽകിയ മണ്ണാണ് എന്നൊക്കെ നമ്മൾ വീരവാദം പിന്നെ ഉതിർക്കുന്ന സമയത്തും പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞത് എന്താ അറിയോ? എന്റെ ഉമ്മ മരണപ്പെട്ടാൽ ആ കബറിലേക്ക് എന്നെയും വെച്ച് കുഴിച്ചു മൂടണേ എന്നാണ് ആ ഷാമിൽ മോൻ പറഞ്ഞത്. എന്റെ ഉമ്മ മരണപ്പെട്ടാൽ എനിക്ക് എന്റെ ഉമ്മ ഇല്ലെങ്കിൽ പറ്റില്ല. എന്റെ ഉമ്മ ഇല്ലാതെ ഒരു നേരം എനിക്ക് പോവാൻ പറ്റില്ല. ആ കബറിലേക്ക് എന്നെയും കുഴിച്ചു മൂടണേ എന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞെങ്കിൽ, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആ വലിയ പോരാട്ടത്തിനും കൂടിയാണ് പ്രിയപ്പെട്ടവരെ 1.5 ലക്ഷം രൂപക്ക് മുകളിൽ സമാഹരിച്ചുകൊണ്ട് കൊട്ടപ്പുറത്തെ SUവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. ഇനി നമുക്ക് വേണ്ടത് 90 ലക്ഷം രൂപയാണ്. ആ 90 ലക്ഷത്തിലേക്കുള്ള തുക നിങ്ങൾക്ക് എത്ര? 1,54,000 മറ്റോ അല്ലേ? 90 ലക്ഷത്തിലേക്കുള്ള തുകയാണ്. 1,54,000 മറ്റോ സംതിങ്, ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടാണ്. 1,50,260 രൂപയാണ് പ്രിയപ്പെട്ട SUവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ചേർത്ത് പിടിച്ചത്. ഇത് വല്ലാത്ത നന്മയാണ്. ഈ നാടിന്റെ സ്നേഹം, SUവിന്റെ പ്രിയപ്പെട്ട ആളുകളുടെ കഠിന ശ്രമം, ആ ശ്രമത്തിന്റെ റിസൾട്ടാണ് ഇന്ന് ഇവിടെ കണ്ടത്. ഇതേപോലെ ഒത്തിരി ആളുകൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പാണാട്ടാലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് 50,000 രൂപ സമാഹരിച്ച് ഓരോ ജനങ്ങളും നാട്ടുകാരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്, ഐക്യപ്പെട്ടിരിക്കുക. ഇങ്ങനെ നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ചേർത്ത് പിടിക്കാൻ സാധിക്കും. കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥ ഒരു കുടുംബത്തിൽ വന്നാൽ ഒന്നെങ്കിൽ അത് മറച്ചു വെക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉള്ളത് എന്നുകൂടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ആ പോരാട്ടത്തിനാണ് പ്രിയപ്പെട്ട SUവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളോട് സഹകരിച്ചത്, ഞങ്ങളോട് ചേർത്ത് പിടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, SUവിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തീയിൽ കുരുത്തതാണെങ്കിൽ നമ്മൾ എന്താ വരുന്നത്? കള്ളൻ എന്ന പേരുണ്ടാവും, തട്ടിപ്പുകാരെന്നുള്ള പേരുണ്ടാവും. ആ ചെയ്യുന്നവൻ ആ ലിസ്റ്റിലൂടെ മെല്ലെ പോവുകയും ചെയ്യും. നമ്മൾ എന്നും സമൂഹത്തിന് മുമ്പിൽ നിന്നുണ്ടാവും, മോശമാകും. നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പടപ്പിന്റെ മുന്നിൽ നമ്മൾ എന്താക്കണ്ട, പേടിക്കണ്ട. ഒരാളെ 1000 രൂപ നമ്മൾ കട്ടെടുത്താൽ മാത്രമേ നമ്മൾ എന്താക്കേണ്ടുള്ളൂ, പേടിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട SUവിന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ധൈര്യസമേതം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഐക്യം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സർവശക്തനായ നാഥന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ ആ ജനകീയ കീശേരിയിലെ
ഈ കളപ്പൂട്ട് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഈ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ, ആണാണെങ്കിൽ നല്ല തറവാട്ടിൽ പിറന്നവനാണെങ്കിൽ അത് തെളിയിക്കാനുള്ള വെല്ലുവിളി കൂടി കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ട്, സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനെ മോശമാക്കുന്ന ശ്രമം അവസാനിപ്പിക്കണം കൂടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ സഹായങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എസ്2വിന്റെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി, സഹായിച്ച 10ഉം 100ഉം 50ഉമായി ഒക്കെ സഹായിച്ച നൂറുകണക്കിന് ആളുകളുണ്ട്, പൊതുസമൂഹമുണ്ട്. 10ഉം 20ഉം 50ഉം രൂപയൊക്കെ തൊണ്ട പൊട്ടുമാറ് പാട്ടുപാടിയ പ്രിയപ്പെട്ട ഗായകനുണ്ട്. അവനവന്റെ വരുമാനം മാറ്റിവെച്ച ഓട്ടോ സഹോദരങ്ങളുണ്ട്, വെയിൽ കൊണ്ടവരുണ്ട്, ആളുകളോട് കരുണ കാണിച്ചവരുണ്ട്, കൈനീട്ടിയവരുണ്ട്. ആ ആളുകളോടെല്ലാം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മളെ ഫണ്ട് കൈമാറ്റം നടക്കാൻ പോവാണ്. അതിനു മുമ്പ് ഈ ഫണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പാട്ടുപാടി വെയിലേറ്റ് പാട്ടുപാടി ഇത് വിജയിപ്പിച്ച ഈ ഗായകർക്കുള്ള ചെറിയൊരു ഉപഹാരം ഒരിക്കൽ കൂടി കൊട്ടപ്പുറ എസ്2വി കമ്മിറ്റിക്ക് വേണ്ടി പറയാണ്. ഈ ഉപഹാരങ്ങളൊന്നും ഈ ഫണ്ടിൽപ്പെട്ടതല്ല, അത് ഓട്ടോ തൊഴിലാളികളുടെ മാത്രം ഫണ്ടിൽ നിന്നാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫസ്റ്റ് തന്നെ പ്രസംഗത്തില് ഒരു കാര്യങ്ങളോട് വിട്ടുപോയിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറയാണ്. കാരണം എന്താ, രാവിലെ വെള്ളിയാഴ്ച 8 മണി മുതൽ രാത്രി 12 മണി വരെ ഞങ്ങളുടെ കൂടെ ഈ പരിപാടി പങ്കെടുത്ത ഗായകന്മാർക്ക് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. കാരണം മറന്നുപോയതാണ്, ക്ഷമിക്കണം. പ്രിയപ്പെട്ട സമതുമായി സാജുദ്ദീൻ, അതുപോലെ ബാബ, മുജീബ്, ലത്തീഫ്, കോട്ടപ്പുറത്തെ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കമ്മിറ്റിപ്പെട്ട ആളാണ്, ഭാരവാഹിയാണ് നമ്മുടെ ലത്തീഫ്. ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് 8 മണി തൊട്ട് രാത്രി 12 മണി വരെ ഞങ്ങളുടെ കൂടെ ഒരു പ്രതിഫലവും പറ്റാതെ വന്നവരാണ്. ഈ നാളെ നേരം കൊടുത്തിട്ട് ഇവർക്ക് ഞങ്ങൾ കമ്മിറ്റിന് ഇവിടുത്തെ പൈസ കൊടുത്തൊന്നും വേണ്ട, ഇവർക്ക് കൊടുക്കണ എന്ത് കൊടുക്കണം ഞങ്ങൾ കമ്മിറ്റിന് കൊടുക്കുള്ളൂ. ഒന്ന് പറയാണ്ട്, ഈ ഞങ്ങൾ കൊട്ടപ്പുറത്തെ എസ്2വിന്റെ കമ്മിറ്റിയിൽ എത്ര കൊടുത്താൽ തീരാത്തുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അള്ളാന്റെ വേണ്ടി വെച്ചിട്ട് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള കാശ് അള്ളാന്റെ കൈകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2-3 ആൾക്കാർ ബക്കറ്റേക്ക് വരുന്ന നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തിനു പിരിവറിഞ്ഞാലും നിങ്ങൾക്ക് ബക്കറ്റ് കടലാസേറ്റ് വരുമ്പോൾ മൊഴിയാക്ക വരുന്നുണ്ട്, ചെയ്താക്ക വരുന്നുണ്ട് പറഞ്ഞ് പേടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അങ്ങനെ ചില്ലറ കൊടുക്കാനൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങ് കാശ് കൊടുക്കുന്ന ചടങ്ങിൽ കൈമാറാണ്. അതുകൊണ്ട് ആദ്യം മൊമെന്റ് കൊടുക്കുന്നു. ഇതിനുവേണ്ടി പാട്ടുപാടിയ പ്രവർത്തകർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഏവർക്കും പ്രചോദനമായിക്കൊണ്ട് ഈ പരിപാടിയിൽ പാട്ടുപാടിയ സമത് കൊട്ടപ്പുറത്തിനുള്ള ഉപഹാരമാണ് ആദ്യമായി കൈമാറുന്നത്. ബഹുമാനായ ഷെമീർക്കും ആവുകയാണ് നൽകുന്നത്. ഏറ്റുവാങ്ങാൻ വേണ്ടി സൗകര്യം ക്ഷണിക്കുന്നു. കൊട്ടപ്പുറം എസ്2വിന്റെ ഭാഗമായി ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ച ലത്തീഫ് കൊട്ടപ്പുറത്തിനുള്ള ഉപഹാര സമർപ്പണം. KC ലത്തീഫിനുള്ള ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ബാബ കൊണ്ടോട്ടി കൊട്ടപ്പുറം എസ്2യുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും ഈ
പരിപാടി വിജയിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി സഹകരിച്ച ഭാവ കൊണ്ടുള്ള ഉപഹാരം നടത്തണം. താജു പള്ളിക്കൽ കൊട്ടപ്പുറം എസ്യുവിന്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ മുന്നോക്കം കൂടിയായ താജുവിനെ ഏറ്റുവാങ്ങുന്നതിന് മറ്റൊരു ഗായകൻ മുജീബ് നേരത്തെ വാങ്ങി പോയിട്ടുണ്ട്. എല്ലാവർക്കും STU കൊട്ടപ്പുറം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഫണ്ട് കൈമാറുകയാണ്. കൊട്ടപ്പുറം STUവിന്റെ ഭാരവാഹികൾ കൈമാറുകയാണ്. ചികിത്സാ സഹായ സമിതിയുടെ ഭാരവാഹികളും മംഗലം നടക്കുന്ന ആളുകൾ അത് ഏറ്റുവാങ്ങുകയാണ്. നൽകുന്നതിന് വേണ്ടി കൊട്ടപ്പുറം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രവർത്തകരെ ആദ്യമായി ക്ഷണിക്കുന്നു. ഞാൻ ക്ലോസ് ചെയ്തോ കേട്ടോ മാഷാല് പോല ഞാൻ ക്ലോസ് ചെയ്തോളാം. കിട്ടോ ഫണ്ട് കൂടി വരികയാണ്. 1,52,130 രൂപയാണ് ഇവിടെ കൈമാറിയിട്ടുള്ളത്. കൊട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്